സനൂപ് സത്യൻ സംവിധാനം ചെയ്ത് കലാഭവൻ ഷാജോൺ, ബൈജു സന്തോഷ്, അനുമോൾ തുടങ്ങിയവർ ലീഡ് റോൾ ചെയ്ത CID രാമചന്ദ്രൻ റിട്ടയർഡ് SI എന്ന ഒരു ഗംഭീര ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സിനിമയെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ SI രാമചന്ദ്രൻ കലാഭവൻ ഷാജോൺ ചെയ്ത കഥാപാത്രമാണ്. പുള്ളി റിട്ടയർ ആയിരിക്കുകയാണ്. സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് പുള്ളിയുടെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷനാണ്. വളരെയധികം കേസുകൾക്ക് കണ്ടുപിടിച്ച് ഗംഭീരമായിട്ടുള്ളൊരു ക്രൈമും വളരെയധികം കേസുകൾ തെളിയിച്ച ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ റിട്ടയർമെൻറ്റ് ജീവിതത്തിനപ്പുറം കിട്ടുന്ന ഭയങ്കര ഒരു ബ്ലാങ്ക്നെസ് ഉണ്ട്. പുള്ളി ഭയങ്കര ബ്ലാങ്ക് ആയിരിക്കും. ആ ഒരു ലൈഫ് വർക്ക് ചെയ്തിരിക്കുമ്പോൾ ജോലിയിലുള്ള ആ ലൈഫ്, ഇൻട്രസ്റ്റിംഗ് ആയ കേസുകൾ ഇതെല്ലാം മിസ് ചെയ്തു എന്ന് തോന്നുമ്പോഴാണ് പുള്ളിയുടെ സുഹൃത്തിൻ്റെ ഒരു നിർദ്ദേശപ്രകാരം ഒരു ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ആരംഭിക്കുന്നത്. അങ്ങനെ പുള്ളി ഒരു CID വേഷം അണിയുന്നതും പോലീസ് മുമ്പ് തന്നെ സോൾവ് ചെയ്ത് പ്രതിയെ അറസ്റ്റ് ചെയ്ത ഒരു കേസ് പുള്ളി പുനരന്വേഷിക്കണമെന്നതാണ് സിനിമയുടെ കഥ എന്ന് പറയുന്നത്. എനിക്ക് പറയുന്ന ഒരു പെർഫെക്റ്റ്ലി റിട്ടൺ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സിനിമയാണ് ഇത്. കാരണം നമ്മൾ ഈ റീസെൻ്റായിട്ട് കണ്ട എല്ലാ ത്രില്ലറുകളുടെയും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നായകൻ അല്ലെങ്കിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ തേടി എത്തുകയാണ് ചെയ്യുക. എന്തെങ്കിലും ഇതുകൊണ്ട് പുള്ളിക്ക് തെളിവുകൾ തേടിയെത്തുന്നു, പുള്ളി അത് കണ്ടുപിടിക്കുന്നു. അങ്ങനെ കുറച്ച് പാറ്റേൺ ആണ് ഇപ്പോൾ അധികവും കണ്ടിരിക്കുന്നത്. ഒപ്പം കാതടപ്പിക്കുന്ന BGM ഒക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു മേക്കിംഗ് കൊണ്ടും നമ്മളെ ശ്രദ്ധ പിടിച്ചു പറ്റാനും എല്ലാം സാധിക്കുന്നുണ്ട്. പക്ഷേ ശരിക്കും ലോജിക്കലി തിങ്ക് ചെയ്ത് ഓരോ ഡോട്ടും തമ്മിൽ പെർഫെക്റ്റ്ലി കണക്ട് ചെയ്ത് കണ്ടിരിക്കുന്ന ഒരു പെർഫെക്റ്റ്ലി ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ആണ് ഈ സിനിമ. മുമ്പ് നമ്മൾ CBI സിനിമകളൊക്കെ കാണുന്ന അതേ ലാഘവത്തോടെ കാണാൻ പറ്റുന്ന ഒരു സംഭവമാണ്. കാരണം നമുക്ക് തന്നെ അറിയാം, ഓരോ സീൻ ബൈ സീനും നമ്മളും പുള്ളിയോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു തരം സിനിമയാണ്. ഓരോ അന്വേഷണം, ഓരോ ആൾക്കാരെ ചോദ്യം ചെയ്യുമ്പോഴും ഓരോ കേസിലെ ഓരോ തെളിവുകൾ കണ്ടെത്തുന്നതൊക്കെ വളരെ രസകരമായി പോകുന്നതാണ്. ഒരു തരത്തിലും ലാഗ് ഫീൽ ചെയ്യാതെ അവസാനം വരെയും ഇൻവെസ്റ്റിഗേഷനിൽ മുഴുകിയിരിക്കാൻ നമുക്ക് ഈ സിനിമ കൊണ്ട് സാധിക്കുന്നുണ്ട്. ശരിക്കും ഒരു അണ്ടർ റേറ്റഡ് മൂവിയാണ്. തിയേറ്ററിൽ വലിയ സ്ക്രീനൊന്നും ഉണ്ടായില്ല. ഞാൻ കുറച്ച് നല്ല റിവ്യൂസൊക്കെ കണ്ടായിരുന്നു, പക്ഷേ ഇവിടെ സ്ക്രീൻ ഉണ്ടായിരുന്നില്ല. ഫൈനലി ഒരു OTT റിലീസായി എത്തിയിട്ടുണ്ട് ഈ സിനിമ. തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ് ഇത്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ പുള്ളിയുടെ ഒരു പെർഫോമൻസാണ്. ഷാജോൺ നന്നായി, നല്ല നീറ്റായിട്ട് അല്ലെങ്കിൽ മിതമായി ആ റോള് ഭയങ്കര മിതമായ രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് പുള്ളി ആ റോള്. പിന്നീട് സപ്പോർട്ടിങ് ആക്ടേഴ്സ് എന്ന് പറയുന്ന അധികം താരനിരയ ഒന്നും തന്നെ ഇല്ല. സിനിമയിൽ അത് ബാധിക്കൊന്നുമില്ല. ചില ആർട്ടിസ്റ്റുകളുടെ പ്രകടനം വളരെയധികം പോരായ്മ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും സിനിമയുടെ മികച്ച എഴുത്തും സംവിധാനവും നമ്മളെ അത് മറികടക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം ആ ഒരു ഫ്ലോയിൽ അങ്ങനെ കണ്ടുപോകുന്നു എന്ന് മാത്രം. ശരിക്കും ആ ഒരു സീൻ എനിക്ക് എസ്പെഷ്യലി ഇഷ്ടപ്പെട്ട സീൻ. ഈ ത്രില്ലിംഗ് മൊമെൻറ്റ്സിനേക്കാളും പുള്ളി അന്വേഷിക്കാൻ പോകുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോവുകയാണ്. പക്ഷെ പുള്ളി റിട്ടയർഡ് ആയിട്ട് ഉണ്ട് എന്ന് അറിഞ്ഞിട്ട് പോലും അവരുടെ ഒരു പെരുമാറ്റം പുള്ളിയെ അമ്പരപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിശയിപ്പിക്കുന്നുണ്ട്. ഇത്ര കാലം ഈ യൂണിഫോമിൽ ഇരുന്ന് നല്ല രീതിയിൽ ജോലി ചെയ്തു, പക്ഷേ അത് ഇട്ടിട്ട് ഒരു മാസം പോലും അഴിച്ചു വെച്ചിട്ടായിട്ടില്ല. അപ്പോഴേക്കും കിട്ടുന്ന ഒരു അനുഭവം ഉണ്ട്. പുള്ളിയുടെ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്കത് സ്ട്രൈക്ക് ചെയ്യുന്നുള്ളതാണ്. പുള്ളി ഒരു അസാമാന്യമായ പ്രകടനം തന്നെ ഈ സിനിമയിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. സോ നിങ്ങൾ തീർച്ചയായും കാണാം. ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം ഉണ്ടാവില്ല. കാരണം അത്രയും ഗംഭീരമായിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ് ഈ സിനിമ. സോ CID രാമചന്ദ്രൻ റിട്ടയർഡ് SI കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ഇന്നായിരിക്കും.